ഒരു വിദ്യാർത്ഥികളെ നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റ് 12-ാം തീയതി വന്നിരുന്നു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോളേജ് ജോയിനിങ്ങിന് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നും ഫീ പേയ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നും പിന്നെ ലഭിക്കാതെ വിദ്യാർത്ഥികൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നും ഇഷ്ടപ്പെടാതെ ലഭിച്ച കോളേജ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അതായത് വിദ്യാർത്ഥികൾ LBS സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ വി അലോട്ട്മെൻറ്റ് നമുക്കൊരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ടോക്കൺ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൽ ആദ്യം ലഭിച്ചു പിന്നെ ഗവൺമെൻറ്റിലേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫീ നിങ്ങൾക്ക് റീഫണ്ട് ആവുന്നതായിരിക്കും. നമ്മുടെ അലോട്ട്മെൻറ്റ്സിൻ്റെ ലാസ്റ്റ് ടൈമിൽ LBS നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും നൽകാൻ ആവശ്യം നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ആവും. ഓക്കെ, അപ്പോൾ ആദ്യമായി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ജസ്റ്റ് നോക്കി പോകാം. 3 ഡോക്യുമെൻറ്റ് നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഒന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ, പിന്നെ ആപ്ലിക്കേഷൻ നൽകിയ ഫോം, പിന്നെ റെസിപ്റ്റ്, അതായത് ഫീസ് അടച്ച റെസിപ്റ്റാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായി വരുന്നത് TCയും CCയുമാണ്. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് 6 മന്ത് ശേഷമുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഗസറ്റഡ് ഓഫീസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പുതുക്കാവുന്നതാണ്. സാധാരണയായി ഗവൺമെൻറ് ഹയർ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഗസറ്റഡ് ഓഫീസറാണ്. അടുത്ത നേറ്റിവിറ്റി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റാണ്. അത് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ മതിയാകും. ഓക്കെ, നിങ്ങൾ കേരളീയാണ് തെളിയിക്കാനുള്ളത്. ഏകദേശം നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റും +2 സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റും ഒറിജിനലും കോപ്പിയും കൈ കരുതാവുന്നതാണ്. അടുത്ത് ഇമ്പോർട്ടൻ്റായി വരുന്ന മറ്റൊരു സർട്ടിഫിക്കറ്റാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇത് പ്രോസ്പെക്ടസിൽ 71ാമത്തെ പേജിലോ ഏകദേശം വരുന്നുണ്ട്. അതൊന്ന് കോപ്പി എടുത്ത് ഗവൺമെൻറ് MBBS പെർമനൻ്റായ അഡ്മിഷൻ എടുത്ത ഡോക്ടറിനെ കണ്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആപ്ലിക്കേഷൻ നൽകിയ LBS ആപ്ലിക്കേഷൻ എടുത്തേണ്ട പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മെമ്മോ കയ്യിൽ കരുതുന്നത് ഉചിതമായിരിക്കും. അടുത്ത് വരുന്ന മറ്റൊരു സർട്ടിഫിക്കറ്റാണ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ എടുത്തു എന്ന് തെളിയിക്കുന്ന ഒരു രേഖ. അതിപ്പോൾ പല കോളേജിലും അതിനുള്ള അവസരമുണ്ട്. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജിൽ അല്ല, നിങ്ങൾ ഏതെങ്കിലും ലബോറട്ടറിയിൽ നിന്നാണ് എടുത്തതെങ്കിൽ അവിടുത്തെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഫോമിൽ നിങ്ങൾ വാക്സിനേഷൻ എടുത്തെന്ന് കാണിക്കുന്ന രേഖ അനിവാര്യമാണ്. ഓക്കെ, അടുത്ത വരുന്ന സർട്ടിഫിക്കറ്റാണ് ആൻറ്റി റാഗിങ് അണ്ടർടേക്കിംഗ് സർട്ടിഫിക്കറ്റാണ്. ഇത് പ്രോസ്പെക്ടസിൽ 73ാമത്തെ പേജിലിട്ടാണ് ഏകദേശം കിടക്കുന്നത്. അതൊന്ന് കോപ്പി എടുത്ത് നിങ്ങളും പേരൻസും ഫില്ല് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്ത് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, അതായത് OEC OBC വിദ്യാർത്ഥികൾ NCL സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, പിന്നെ SC/ST വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഫ്രീ കൺസെഷൻ വരുന്നുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, 1,00,000 താഴെയാണെങ്കിൽ അത് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ 23,000 ഒക്കെ ഗവൺമെൻറ് ഫീ ആയി വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ PTA ഫണ്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ക്യാഷ് നിങ്ങൾ കൈ കരുതേണ്ടതാണ്. സെൽഫ് ഫിനാൻസിനാണെങ്കിൽ 1,00,000 അടുപ്പിച്ച് വരുന്നുണ്ട്. 25,000 നിങ്ങൾ ടോക്കൺ ഫീ അടച്ചിരിക്കും. അതിൻ്റെ ബാക്കി ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ അടയ്ക്കേണ്ടി വരും. EMI പ്രോസസ് പോലെ അടയ്ക്കാൻ കഴിയില്ല, അതായത് പിന്നെ അടയ്ക്കാൻ കഴിയില്ല. പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾക്ക് ഗ്രാൻസിന് കൊടുക്കാൻ കഴിയും. ഒരു 5 കാറ്റഗറി സെൽഫ് ഫിനാൻസ് കിട്ടിയ വിദ്യാർത്ഥികളും പിന്നെ SC/ST OEC ഹിന്ദുബാ തുടങ്ങിയ 30ഓളം വിദ്യാർത്ഥികൾ ഗവൺമെൻറ്റിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഗ്രാൻസിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ലഭിച്ച് ക്യാഷ് തിരികെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 1000 രൂപ അടച്ച വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരെയുമാണ് അവിടെ മെൻഷൻ ചെയ്തത്. ഇനി ഇതുവരെ ലഭിക്കാത്ത വിദ്യാർത്ഥികളോട് പറയാനുള്ളതാണ്, അതായത് ഇഷ്ടപ്പെട്ട കോളേജ് ലഭിക്കാത്ത വിദ്യാർത്ഥികളോടും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വയ്ക്കാവുന്നതാണ്. അതായത് ഇനി ഓപ്ഷൻ വയ്ക്കാൻ കഴിയും. അതായത് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കിടക്കും. സപ്ലിമെൻ്ററി മീൻസ് സ്പോട്ട് അഡ്മിഷനിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് വെറും വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ NOC കിട്ടണം, എന്നാലും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ലഭിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കും. ഓക്കെ, NOC എന്ന് പറയുന്നത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ രേഖകൾ തിരിച്ചു നൽകാൻ മറ്റേ സെൽഫ് ഫിനാൻസ് കോളേജിന് മറ്റൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അത് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓരോ കോളേജുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്തായാലും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്.